ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീട്ടിലൊക്കെ മഴയുണ്ടോ? ഇവിടെ ഭയങ്കര മഴയായിരുന്നു. ദാണ്ടാണ്ട തറയൊക്കെ കണ്ട നന്നായിട്ട് നനഞ്ഞു കുതിർന്ന് ഇപ്പം അങ്ങോട്ട് തോർന്നതേ ഉള്ളൂ. അപ്പോൾ രാവിലെ വീഡിയോ ഒക്കെ എടുക്കാൻ വല്ലാത്തൊരു മടിയായിരുന്നു കേട്ടോ. കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു, പുട്ടും കടലയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം മഴയൊക്കെ തോന്നു. ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന്, ഒരു സൺഡേ വ്ലോഗ് എടുക്കാമെന്ന്. അപ്പോൾ എൻ്റെ ശംഖുപുഷ്പം എല്ലാം കൂടെ ഇന്നലെ രാത്രി ഭയങ്കര കാറ്റ് മഴയായിരുന്നു. അപ്പം എല്ലാം കൂടെ താഴോട്ട് വള്ളി എല്ലാം വന്ന് താഴെ നിൽക്കുന്ന ചെടിച്ചട്ടി നിൽക്കുന്ന ചെടികളിലോട്ടെല്ലാം അങ്ങ് വന്ന് വീണ് കിടക്കുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ വിചാരിച്ച് അതെല്ലാം ഒന്ന് ഒതുക്കി മുകളിലോട്ട് ചുറ്റി വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ആ വള്ളിയും അതിൻ്റെ മുകളിൽ കിടക്കുന്ന കരിയിലയൊക്കെ ഒന്ന് പറക്കി വൃത്തിയാക്കിയിട്ട് വരാം. പിന്നെ ദാണ്ട ഞാൻ ഈ ചെടിയുടെ ഒരിക്കലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമുണ്ട്. എത്ര നേരം വേണമെങ്കിലും ഞാൻ അതിനെ നോക്കി അതിൻ്റെ ഇലയും അതൊക്കെ ഒന്ന് ചെയ്ത് അങ്ങനെയൊക്കെ അങ്ങ് നിന്ന് പോകും കേട്ടോ. സമയം പോകുന്ന അറിയത്തേ ഇല്ല. എല്ലാവർക്കും അങ്ങനെയാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെടികളോട് കേട്ടോ. പിന്നെ ദാണ്ട ഞങ്ങളുടെ ബ്ലൂ ഡേയ്സ് എന്നാന്ന് തോന്നുന്നതിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് പേരറിയത്തില്ല. അതിൻ്റെ മഴവെള്ളം വീണ് അതിൻ്റെ ഇലയെല്ലാം ഇങ്ങനെ മഞ്ഞിച്ച് ആയിട്ടുണ്ട്. അപ്പം ഞാൻ കുലുക്കി കൊടുത്തപ്പോൾ ആ ഇലയെല്ലാം താഴോട്ട് പൊഴിഞ്ഞു വീഴുന്നു. നിറച്ചും പൂക്കും. ഈ മഴയായിട്ടും ഇത്രയും പൂത്തിക്കുന്നുണ്ടോ? ഇല കാണാതെ അങ്ങ് പൂക്കും കേട്ടോ ഇത്. പിന്നെ ദാണ്ട് ഇതാണെങ്കിൽ ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കുള്ള ചില ചട്ടികളിലൊക്കെ ഹോളില്ലെന്ന് തോന്നുന്നു, വെള്ളം താഴോട്ട് പോകുന്നില്ലായിരുന്നു. അതൊക്കെ ഒന്ന് ശരിയാക്കണം. മഴ തോന്നിട്ട് വേണം അതൊക്കെ ചെയ്യാൻ കേട്ടോ. ഇനി ദാണ്ട് എൻ്റെ കൈയും കാലും ഒക്കെ കഴുകി ഞാൻ അകത്തോട്ട് പോവുക. അപ്പോഴത്തേക്ക് ചേട്ടൻ വന്നിട്ടുണ്ട്. ഇച്ചിരി ചിക്കനും കപ്പയും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇന്നിപ്പോൾ ഒരു നല്ല മഴയൊക്കെ അല്ലേ, നമുക്ക് ചിക്കനും കപ്പയൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു വിട്ടതാണേ. ഞങ്ങൾ ദാണ്ട് ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വെക്കണം. ഒരുപാട് ഈ മഴയും തണുപ്പുമൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് നേരം നിന്ന് ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കത്തില്ലേ. അതാണ് ഒരുപാട് വിപുലമായ കാര്യമായിട്ടൊന്നും ഞാൻ വെക്കുന്നില്ല. ഒരു ചിക്കനും വെച്ച് 2-3 കഷ്ണം എടുത്ത് വറുത്ത് ഒരു കപ്പയും കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ പിന്നെ ദാണ്ട് ഈ പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടല്ലേ, ഹരിതകർമ്മസേന കൊണ്ടുപോകുന്നതാട്ടോ. അപ്പോൾ അവരുടെ ആ കവറൊക്കെ വൃത്തിയായിട്ട് കഴുകി വെച്ചില്ലെങ്കിൽ അവരെടുക്കത്തില്ല. അതാണ് ഞാൻ നന്നായിട്ട് സോപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തത്. പിന്നെ ചിക്കൻ കഴുകുമ്പോഴാണെങ്കിൽ എനിക്കത് ഓരോ കഷ്ണവും എടുത്ത് അതിനകത്തുനിന്ന് അതിന് പൂടയൊക്കെ കളഞ്ഞ് അങ്ങനെ എടുക്കണം കേട്ടോ. എനിക്കല്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല. പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ച് ഞാൻ അത് നന്നായിട്ട് കഴുകി, ഒരു 3-4 വെള്ളത്തിലൊന്നുമല്ല ഞാൻ കഴുകിയത് കേട്ടോ. എന്നാലും നന്നായിട്ട് ഞാൻ ഒരു 5-6 വെള്ളത്തിൽ കഴുകിയിടും കേട്ടോ. പിന്നെ ഇന്നത്തേക്ക് വേണ്ടുന്ന ചിക്കൻ പൊരിക്കാനുള്ളതും കറി വയ്ക്കാനുള്ളതും എല്ലാം പറക്കണം. ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി എങ്കിലും വേറെ മാറ്റി വെച്ചില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല കേട്ടോ. അപ്പം എന്നതാ ഞാനാണെങ്കിൽ കുറച്ച് ചിക്കൻ 2 പാത്രത്തിൽ 3ആയിട്ടാണേ ഇന്നത്തേക്കും പിന്നെ 2 പാത്രത്തിനകത്തായിട്ട് ഞാൻ കുറേശ്ശെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും വേറെ ഒന്നും കൂടെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. ഒരു 2-3 കഷ്ണമെങ്കിലും എടുത്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. പിറ്റേന്നൊരു കാപ്പിക്കൊരു കറിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെ എനിക്കൊന്ന് എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കാണത്തില്ല കേട്ടോ. അങ്ങനെ ഇന്നത്തേക്കുള്ള ചിക്കനെല്ലാം ഞാൻ ചട്ടിയിലും ആക്കി വറുക്കാനുള്ള ഇതെല്ലാം പ്ലേറ്റിനകത്തോട്ടും മാറ്റി ബാക്കിയുള്ളത് ഞാൻ 2 പാത്രത്തിനകത്താക്കി വെള്ളം ഒഴിച്ച് ഇനി അങ്ങത് ഫ്രീസറിനകത്തോട്ട് വെച്ചാൽ മതിയല്ലേ. ഇച്ചിരി വെള്ളം നന്നായിട്ട് ഒഴിച്ച് വെക്കണം. നമ്മൾ എന്ത് മീനാണെങ്കിലും ചിക്കനാണെങ്കിലും അങ്ങനെയുള്ള എന്ത് സാധനങ്ങളാണെങ്കിലും നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോഴേ കുറച്ച് നികത്ത വെള്ളം ഒഴിച്ച് വെക്കണം. അപ്പോൾ അത് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. മീനാണെങ്കിലും അങ്ങനെ തന്നെ. പിന്നെ ഞാൻ അവിടെ എല്ലാം അങ്ങ് സോപ്പിട്ട് കഴുകിയെടുക്കുക. എന്തായാലും നമ്മളിവിടെ വെച്ച് കഴുകിയതില്ലേ, പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ വീണ്ടും. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് കൊണ്ടുപോയി കഴുകാഞ്ഞത് കേട്ടോ. സാധാരണ ഞാനാണെങ്കിലേ ചിക്കനും മീനും എല്ലാം പുറത്ത് കൊണ്ടുപോയേ കഴുകത്തുള്ളൂ കേട്ടോ. ഇവിടെ ഇങ്ങനെ അടുക്കളയിൽ ആപ്പാട് ഇച്ചിരി സ്ഥലമേ ഉള്ളൂ. അതിനകത്തോട്ടിട്ട് കഴുകി അവിടെ എല്ലാം വാടയൊക്കെ വരുത്തണ്ടെന്ന് വിചാരിച്ച് ഞാൻ സാധാരണ അങ്ങ് പുറത്ത് കൊണ്ടുപോയാണേ കഴുകുന്നത്. ഇന്ന് പിന്നെ പുറത്ത് മഴ പെയ്യുന്ന കാരണമാണ് ഞാനിവിടെ വെച്ച് ചിക്കനൊക്കെ കഴുകിയത് കേട്ടോ. എന്നാലും ഞാൻ വെള്ളം എല്ലാം ആദ്യത്തെ 2-3 ബ്ലഡുള്ള വെള്ളം എല്ലാം ഞാൻ പുറത്ത് കൊണ്ടുപോയി എന്നിട്ടും കറിവേപ്പിൻ്റെ മൂട്ടിലും ഒക്കെ ഞാൻ ഒഴിച്ചായിരുന്നു കേട്ടോ. ഇവിടെ ഇതിനകത്ത് സിങ്കിനകത്ത് ഒഴിച്ചില്ല. അത് നല്ല നാറ്റം വരുമെന്ന് വിചാരിച്ചിട്ടേ പിന്നെ ഞാൻ അവിടെ എല്ലാം നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കഴുകിയെടുത്തില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു എപ്പോഴും അവിടെ അങ്ങ് ചിക്കൻ മണക്കുന്ന കണക്ക് തോന്നും. എന്നിട്ടും കഴുകിയിട്ടും എനിക്കൊരു സമാധാനമില്ല. പിന്നെ ഞാൻ ഇച്ചിരി ഒരു ലൈസോൾ ഉണ്ടല്ലേ, ഞാൻ അവിടെ തുടയ്ക്കാനൊക്കെ ഞാൻ ലൈസോളിനകത്ത് കുറച്ച് വെള്ളമോട് ഒഴിച്ചൊരു ടിനകത്ത് വെച്ചിട്ടുണ്ട്.
അതൊഴിച്ച് ഇച്ചിരി ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തേ. ഇനി നമുക്കാണെങ്കിലേ ചിക്കൻ വെക്കാൻ അങ്ങ് തുടങ്ങാം കേട്ടോ. ഞാൻ ചിക്കൻ വെക്കുമ്പോഴേ ആദ്യം തന്നെ ഈ മസാലകളെല്ലാം ഞാൻ ഈ ചിക്കനകത്ത് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂറോളം വെക്കും കേട്ടോ. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഇച്ചിരി ഗരം മസാലയും ഇതെല്ലാം കൂടെ ചേർത്തങ്ങ് ഞാൻ തേച്ച് പിടിപ്പിച്ചു. ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഉപ്പ് ഇനി ഉള്ളിയൊക്കെ വാടി വരുമ്പോഴത്തേക്ക് ആക്കിയാൽ മതിയേ. ചേട്ടൻ ചിക്കൻ വാങ്ങിക്കാൻ പോയ സമയത്തേ ഞാൻ ചുമന്നുള്ളി എല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുമന്നുള്ളിയും സവാളയും എല്ലാം നന്നാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ് കേട്ടോ. പിന്നെ അതാ ഇഞ്ചിയും വെളുത്തുള്ളി ഇല്ലായിരുന്നേ. ഇപ്പോൾ ചേട്ടൻ പോയി മേടിച്ചുകൊണ്ട് വന്നതാണ്. അന്നേരം പിന്നെ അതുകൊണ്ടാണ് അതൊന്നും ചെയ്ത് വെക്കാനത്. ഇതിപ്പോൾ എന്താണ്ട് ചിക്കൻ വറുക്കാനുള്ളതാണേ. ചിക്കൻ വറുക്കാനുള്ളത് ഇപ്പം ഇളയവൾ അമ്മാള് പറയുകയാണ് അത് ഞാൻ ചെയ്യാമെന്നും പറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേണ്ടാന്നൊന്നും പറയത്തില്ല കേട്ടോ. പിള്ളേരുടെ ഓരോ ഇഷ്ടങ്ങളല്ലേ, അവരും അതൊക്കെ പഠിച്ചിരിക്കണമല്ലേ. പിന്നെ അവൾ വന്നതാണ്ട് ചിക്കനെല്ലാം നല്ലതായിട്ട് വരഞ്ഞ് നേരത്തെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചുമന്നുള്ളി ഇതെല്ലാം കൂടെ മിക്സിക്കകത്ത് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ആദ്യം ഇട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ ഒന്ന് ചിക്കൻ പൊരിച്ച് വെക്കാൻ നല്ല രുചിയാണ്. പിന്നെ എന്താ മസാലയൊന്നും അതിൻ്റെ പുറത്തുനിന്ന് ഇളവി പോത്തുമില്ല കേട്ടോ. പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇച്ചിരി ഗരം മസാല ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇത്തിരി തൈരും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണേ. ചിക്കനകത്തോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഇപ്പം ഈ അരപ്പ് മാത്രമാണ് നമ്മൾ തേച്ച് പിടിപ്പിച്ചേക്കുന്നത്. പിന്നെ ഞാൻ അപ്പോഴത്തേക്ക് എൻ്റെ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളച്ച് അടുപ്പൊക്കെ ഒഴിഞ്ഞ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ ചിക്കൻ അങ്ങ് അടുപ്പിനകത്ത് വെക്കാമെന്ന് കേട്ടോ. അങ്ങനെ ഞാൻ വിറകൊക്കെ കൂട്ടി തീയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിപ്പിച്ചെടുക്കുവാണേ. ഇനി എനിക്ക് ഒരുപാട് വലിയ ചട്ടിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചത് ഈ ഉരുളിക്കകത്ത് വെക്കാമെന്ന് വിചാരിച്ച് ഉരുളി എടുത്തുകൊണ്ട് വെച്ചപ്പോൾ ഉണ്ടല്ലേ അത് അവിടെ ചൊവ്വിനിരിക്കുന്നില്ല. ഇങ്ങനെ തട്ടി ഇരിക്കുന്ന കാരണേ പിന്നെ ഞാൻ തിളച്ച വെള്ളമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതൊക്കെ ഒന്ന് ഇത് 2 കലത്തിലും വെള്ളമാണ് കേട്ടോ. ഒന്നിനകത്ത് ഇച്ചിരി തണുത്ത വെള്ളവും മറ്റേതിനകത്ത് നല്ല ഇപ്പം അങ്ങോട്ട് തിളപ്പിച്ച വെള്ളവുമാണ് കേട്ടോ. അന്നേരം മറ്റേത് തണുക്കുമ്പോഴത്തേക്ക് ഇത് കുടിക്കാം. അങ്ങനെ ഇതാണ്ട് ചിക്കൻ വെക്കാനായിട്ട് ഞാൻ എണ്ണ ഒഴിച്ച് കടുകിട്ട് വറ്റൽ മുളകിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കേട്ടോ. ഇപ്പോൾ ഈ സമയത്തൊക്കെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക, നല്ല ഇരച്ച് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ വോയിസ് കൊടുക്കുമ്പം നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റുമേ. ഇത് പിന്നെ ഞാൻ വോയിസ് കൊടുക്കുന്നെങ്കിലും അതിനകത്ത് ഞാൻ ഇച്ചിരി സൗണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും. നല്ല ഭയങ്കര ഇരച്ച് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതൊന്ന് ആക്കിയിട്ട് ഞാൻ പിന്നെ ഒരു വട്ടം മോളൊന്ന് എടുത്തായിരുന്നേ, അതൊന്ന് കാണിച്ചിരുന്നുണ്ട് കേട്ടോ. ഇവിടെ വേണ്ട ഉള്ളിയൊക്കെ വാട്ടായിട്ടിട്ട് ഞാനാണെങ്കിൽ അതൊന്ന് അടച്ച് വെച്ച് കേട്ടോ. ഇനി ഒരു കുറച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല മഴ പെയ്യുക കേട്ടോ. പിന്നെ ഞാൻ കപ്പയൊക്കെ ഒന്ന് നന്നാക്കാനായിട്ടിരുന്നേ. എനിക്കാണെങ്കിൽ ഈ കപ്പയുടെ തൊലി പൊളിക്കുന്നുണ്ടല്ലേ, എനിക്ക് ഭയങ്കര പേടി പോലെ. ഇങ്ങനെ നമ്മൾ പിച്ചാത്തി നമ്മുടെ കൈ കയറുമോ എന്നുള്ളൊരു പേടിയാണ്. അതുകൊണ്ട് ഞാൻ സമാധാനത്ത് അവിടെ ഇരുന്ന് ഒക്കെ ചെയ്തത് കേട്ടോ. അങ്ങനെ പിന്നെ കപ്പയൊക്കെ കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒറ്റ വിസിൽ കേൾക്കുമ്പം ഇത് സാധാരണ എല്ലാവരും പറയും കുക്കറിനകത്ത് അങ്ങനെ കപ്പ വെക്കരുതെന്നേ. പിന്നെ അടുപ്പ് ഒഴിവില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് കുക്കറിനകത്ത് വെച്ചത് കേട്ടോ. നേരത്തെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലേ, അതിനകത്തോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഞങ്ങളുടെ കയ്യിൽ കോഴിമുട്ട ഇല്ലാഞ്ഞത് കാരണം പിന്നെ 2 കാടമുട്ടയാണ് ഞാൻ പൊട്ടിച്ചൊഴിച്ചത്. മോളാണ് അതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അവൾക്ക് ചിക്കൻ പൊരിക്കണമെന്ന് പറഞ്ഞ കാരണം അവളെ അങ്ങ് ഏൽപ്പിച്ച്. പിന്നെ ഞാനാണ് ഈ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നെങ്കിൽ അവൾ അങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ കൈ നീറുന്നെന്നും പറഞ്ഞങ്ങ് മാറി. പിന്നെ ഞാനാണ് കോൺഫ്ലവർ ഇട്ട് അത് ഞെവിടി വൃത്തിയാക്കി എടുത്തത് കേട്ടോ. പിന്നെ ഇനി അതൊന്ന് ഒരു 10 മിനിറ്റ് മാഗ്നേറ്റ് അത് ഒന്ന് പിടിക്കാനായിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ്ട് ഇങ്ങനെ തക്കാളിയൊക്കെ നല്ല വാടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരപ്പൊക്കെ തേച്ച് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലേ, അത് ഇട്ട് കൊടുക്കണം. ഞാൻ പിന്നെ അതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചില്ല കേട്ടോ. ആ ചിക്കൻ്റെ വെള്ളത്തിൽ കിടന്നാണ് അത് വെന്തത് കേട്ടോ. ആ അരപ്പൊന്ന് കഴുകി ഒഴിച്ചതേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചില്ലേ. ഉള്ളി വാട്ടാൻ നേരം ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അത് കാരണം ചിക്കനകത്ത് ഉപ്പിടാഞ്ഞുകൊണ്ട് ഉള്ളി വാട്ടാൻ നേരം ഞാൻ ഉള്ളിക്കകത്തോട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. തെറ്റിപ്പോകുന്നെല്ലാം പറഞ്ഞപ്പം കേട്ടോ. അങ്ങനെ പിന്നെ ഇച്ചിരി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയിട്ട് അത് വീണ്ടും ഞാൻ ചെറിയ തീയിൽ വേവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഞാൻ ഇച്ചിരി
സവാളയും 2-3 വറ്റൽമുളകും കൂടെ വറുത്തെടുത്തതാണേ. അത് ഈ ചിക്കനകത്തോട്ടൊന്ന് അരച്ച് ചേർത്താൽ നല്ല രുചിയാണ്. ഇങ്ങനെ ഒന്ന് ചിക്കൻ വെച്ച് നോക്കണം എല്ലാവരും കേട്ടോ. അങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. കറി നല്ലൊരു കുറുകിയ കറി പോലെ ഗ്രേവി പോലെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. ഇത് ഇപ്പം നമ്മൾ ഈ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തില്ലല്ലേ. ഇത് അരച്ചപ്പോഴും ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി നമ്മളാണെങ്കിൽ ചിക്കൻ പറ്റി വരുമ്പോഴാണെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അഥവാ ഗ്രേവിക്ക് ആവശ്യമുള്ള വെന്ത് വരത്തില്ലേ ചിക്കൻ, ആ സമയത്ത് മാത്രമേ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതും ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. അന്നേരം ആ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണേ. പിന്നെ ദാണ്ട ചീനിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ചീനി എന്നാണേ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ കപ്പയെന്ന് പറഞ്ഞത് കേട്ടോ. ഞങ്ങൾ ചീനി എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ അതിനുള്ള അരപ്പ് പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും പിന്നെന്താ തേങ്ങയും എല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ടേ. ഇനി ഇതൊന്ന് ഇച്ചിരി ഉപ്പും ഇട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് ഇതൊന്ന് ആവി കയറ്റണം കേട്ടോ. ആവി കയറ്റണം എന്ന് വെച്ചാൽ ഈ അരപ്പിൻ്റെ ഈ പച്ചച്ചൊവ ഉണ്ടല്ലേ, അതൊന്ന് മാറ്റിയെടുക്കണേ. ഒരു ഇച്ചിരി നേരം, ഒരു 5 മിനിറ്റ് നേരം ഒന്ന് തീയിൽ വെക്കണം. അപ്പോൾ അതിൻ്റെ ആ അരപ്പിൻ്റെ പച്ചച്ചൊവയങ്ങ് മാറും കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഇനിയിപ്പോൾ ചിക്കനൂടെ വറുത്ത് കഴിയുമ്പം പണിയെല്ലാം ഒരു ഇതും തീരും കേട്ടോ. അങ്ങനെ എണ്ണ ചൂടായപ്പോൾ ഞാൻ ഈ കാലുണ്ടല്ലേ, കാല് മുറിക്കാനേ സമ്മതിക്കത്തില്ല ഇവിടെ രണ്ടുപേരും. ചിക്കൻ മേടിക്കാൻ പോകുമ്പോഴേ പറയും കാല് അങ്ങനെ തന്നെ കൊണ്ടുവരണേ അച്ഛാ, അത് മുറിക്കല്ലേ അച്ഛാ എന്ന് പറയും. ഇങ്ങനെ എപ്പോൾ ചിക്കൻ വാങ്ങിച്ചാലും ആ 2 കാലും ഞാവൽമാർക്ക് വറുത്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ ദാണ്ട ചിക്കനും എല്ലാം ഞാൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കപ്പ നമ്മൾ ഇളക്കുമ്പോഴേ അതിനകത്തോട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണേ. എന്നിട്ട് ഇളക്കിയെടുത്ത് നിങ്ങളൊന്ന് ചെയ്തു നോക്കേ, നല്ല രുചിയായിരിക്കേ. പിന്നെ ഇതിനകത്ത് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കത്തില്ല, പച്ചമുളകാണ് ചേർക്കുന്നത് കേട്ടോ. പിന്നെ 5-6 പാത്രമൊക്കെ കിടന്നത് ഞാനങ്ങ് കൈയോടെ കഴുകി വെച്ചേ. അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ നമ്മൾ അന്നേരം കഴുകി വെച്ചില്ലെങ്കിലേ പിന്നെ അങ്ങ് ഒരുപാടാവും. അങ്ങനെ ഞാൻ എൻ്റെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയൊന്ന് ഇളക്കി അങ്ങ് ഇറക്കി വെക്കാം നമുക്ക് കേട്ടോ. ഇനി നമ്മൾ അരി അടച്ചിട്ടിരുന്നത് ഒന്ന് വെള്ളം വറ്റാനായിട്ട് വെക്കണേ. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ? എനിക്കാണെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം കാണത്തില്ല. പെട്ടെന്ന് ചോറ് ചീത്തയായി പോവോ, അല്ലെങ്കിൽ ചോറിന് വെള്ളനനം ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എന്നും ഇങ്ങനെ ചോറ് അടുപ്പത്ത് വെച്ച് ചോറ് പൊരിക്കുക എന്ന് പറയും ഞങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കും കേട്ടോ. പിന്നെ ഞാൻ വെള്ളമെല്ലാം അങ്ങ് തിരിച്ച് അടുപ്പിനകത്തോട്ട് വെച്ചാലേ, ഇപ്പം മഴ സമയമില്ലേ, അപ്പം നമുക്ക് എപ്പോഴും നല്ല ചൂടോടെ വെള്ളം കുടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ അവിടെ എല്ലാം ഒന്ന് പൊടികളൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി പറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണേ. ഇനിയാണെങ്കിൽ ഒരു വലിയ പാത്രത്തിനകത്തല്ലേ ഞാൻ ചിക്കൻ വെച്ചത്, അതൊന്ന് പകർന്ന് കൊച്ചു പാത്രത്തിനകത്തോട്ട് ആക്കിയെടുക്കുകയാണേ. പിന്നെ ഇത് ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഈ ചിക്കൻ വെച്ച ഈ പാത്രം ഉണ്ടല്ലേ, ഇതിനകത്ത് ആരെങ്കിലും ചോറിട്ട് കഴിച്ചിട്ടുണ്ടോ? എനിക്കാണെങ്കിൽ വലിയ ഇഷ്ടമാണ്, എൻ്റെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിനകത്തോട്ട് ഒരു തവി ചോറിട്ട് നന്നായിട്ട് അതിനകത്തുള്ള അരപ്പെല്ലാം അങ്ങോട്ട് ഞെവിടി അങ്ങ് എടുക്കും കേട്ടോ. അങ്ങനെ ഞെവിടുന്ന കണ്ടപ്പോഴേ ഓടി വന്നിട്ടുണ്ട് 2 പേരും കേട്ടോ. അത് ഓടി വന്നിട്ടുണ്ട് 2 പേര്. ഈ 2 ഉരുളയും തിന്നിട്ടാണ് പിന്നെ പോയത്. അത് എന്തോ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. എങ്ങനെ ആ ചട്ടിക്കകത്ത് ഇച്ചിരി ചോറിട്ടിട്ട് ഒന്ന് ഞെവിടി വാരി തിന്ന് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ എല്ലാ സത്തും ആ ചട്ടിയുടെ സൈഡിലെല്ലാം ഇങ്ങനെ പിടിച്ചിരിക്കത്തില്ലേ, അതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇങ്ങനെ കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല രുചിയായിരിക്കുന്നേ. അങ്ങനെ 2 പേർക്ക് ഈ 2 ഉരുളയും കൊടുത്ത് ബാക്കി ചോറ് ഞാനും കഴിച്ചിട്ട് പാത്രമൊക്കെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചോറ് വരവെന്ന് കാണുമ്പോഴേ ഓടി വരും കേട്ടോ. എനിക്കൂടെ താന്നും പറയും. നമുക്ക് പിന്നെ കിട്ടത്തില്ല, ഒരു ഇത്തിരിയേ നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു വായി വെക്കാനുള്ള ഉരുള മാത്രമേ എനിക്ക് കിട്ടുകയുള്ളൂ. ബാക്കി 2 ആളുമാർ കഴിച്ചുകൊണ്ട് പോയി. പിന്നെ ഞാൻ അവിടെയൊക്കെ ഇച്ചിരി പൊടിയൊക്കെ വീണിടുന്നതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി. അപ്പോഴത്തേക്ക് ചിക്കനൊക്കെ അമ്മാള് വന്ന് മറിച്ചൊക്കെ ഇട്ട് അത് മുരിച്ചെടുത്തിട്ടുണ്ടേ. ഇനി ഇങ്ങനെ കൊച്ചു കഷ്ണങ്ങളെല്ലാം പറക്കിയെടുത്തപ്പോൾ ആശാട്ടിക്ക് പേടിയാവുന്നു. വലിയ കഷ്ണം വരുമ്പം അമ്മ അതെൻ്റെ കയ്യിൽ നിന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ട് എന്നെ അവിടെ നിന്നുകൊണ്ട് വിളിക്കുക, അമ്മ വാമ്മ ഇത് പറക്കമ്മ എന്ന് പറയും. അങ്ങനെ പിന്നെ ഞാൻ പോയി അതെല്ലാം കാലൊക്കെ പൊക്കി എടുക്കുമ്പോഴേ അവളെ കയ്യിൽ നിന്ന് തറയിൽ പോകുന്നു പേടിച്ചിട്ടാണേ. അങ്ങനെ പിന്നെ ഇതെല്ലാം പറക്കി പാത്രത്തിനകത്തോട്ടാക്കുന്നുണ്ട്. ഇനി ഈ എണ്ണ നമുക്കേ അങ്ങ് സിങ്കിനകത്ത് ഒഴിക്കരുത് കേട്ടോ. സിങ്കിനകത്ത് ഒഴിച്ച് കഴിഞ്ഞാലേ അത് വെള്ളത്തിനകത്ത് ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് നിന്നിട്ട് അത് ഒന്ന്
എന്തോ വെള്ളം വറ്റാതൊക്കെ ആവും. എണ്ണമയം കൂടുതൽ നമ്മളെ സിങ്കിൻ്റെ ടാങ്കിനകത്ത് ചെന്ന് വീണ് കഴിഞ്ഞാലേ പിന്നെ താഴെ അടിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം വറ്റാതായി പോകും കേട്ടോ. അത് കാരണം അതെല്ലാം ഞാൻ പുറത്താണ് കൊണ്ട് കളയുന്നത്. പിന്നെ ഏതാണ്ട് അത് കയ്യോടെ അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എത്ര അടച്ചു വെച്ച് എങ്ങനെയൊക്കെ വറുത്താലും എന്തായാലും ഇച്ചിരിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് തെറിച്ച് വീഴും കേട്ടോ. അത് കാരണം പിന്നെ ഞാൻ അവിടെ എല്ലാം തുടച്ച് നനഞ്ഞ തുണിയിട്ട് വൃത്തിയായിട്ട് തുടച്ചിടുന്നുണ്ട്. പിന്നെ ഈ അടുപ്പിൻ്റെയൊക്കെ ആണെങ്കിൽ നേരത്തെ ചിക്കൻ വെച്ച കാരണം അവിടെ ഇവിടെ എല്ലാം തെറിച്ച് വീണിട്ടുണ്ടായിരുന്നേ. അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് പെരയും എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. പെരയൊക്കെ വൃത്തിയായിട്ട് നേരത്തെ തൂത്തായിരുന്നു. എന്നാലും അടുക്കള ഒന്ന് അവസാനം ഒന്ന് തൂത്ത് വാരിയില്ലെങ്കിൽ, തൂത്തിട്ടാലും എനിക്ക് പിന്നെയും പാചകം തിരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തൂത്ത് വാരിയില്ലെങ്കിൽ എന്തോ പോലെ. അങ്ങനെ ദാണ്ടെ മക്കൾ വന്ന് കഴിക്കാനുള്ളതെല്ലാം ടേബിളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ അവർ ചെയ്തോളും കേട്ടോ. എന്നെ ഒന്ന് ഇടയ്ക്ക് ഹെൽപ്പൊക്കെ ചെയ്യും കേട്ടോ. മൂത്താൾ പെരയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി തരും. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നതെല്ലാം ടേബിളിലോട്ട് പറക്കി കൊണ്ടുവെക്കും. അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അയാൾ ആദ്യമേ കയറിയിരിക്കുന്നത് എന്തിനാണെന്നറിയുമോ? ചിക്കനും ചീനിയും ആദ്യം ഇത്തിരി കഴിക്കാൻ വേണ്ടിയാണേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ആഹാരം കഴിക്കുകയാണേ. എല്ലാവരും നിങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചല്ലേ? ഇനി ഞങ്ങളിപ്പോൾ ഒരു 1:30-2 മണി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാതിരുന്നപ്പോഴേ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. നിങ്ങളൊക്കെ എല്ലാവരും ഫുഡ് കഴിച്ചാ? ഇനി എന്നെങ്കിലേ ഞങ്ങളൊന്ന് പുറത്തോട്ട് പോകുന്നുണ്ടേ. ഒന്ന് മോൾക്ക് 2 ടോപ്പൊക്കെ എടുക്കണമായിരുന്നു കേട്ടോ. അപ്പം പഠിക്കാനൊക്കെ പോയി തുടങ്ങിയപ്പോഴേ യൂണിഫോമൊന്നും ആയില്ലല്ലേ, സ്കൂളൊന്നും തുറന്നിട്ടില്ലല്ലേ. അത് കാരണം അവൾക്ക് ഇട്ടുകൊണ്ട് പോകാൻ ടോപ്പൊക്കെ കുറവ്, മഴയൊക്കെ അല്ലേ, എല്ലാം കൂടെ ഉണങ്ങിയൊക്കെ എടുക്കാൻ പാടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവൾക്ക് 2 ടോപ്പ് വാങ്ങിക്കാനായിട്ട് സിംലയിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ പോയിട്ട് വരട്ടെ. അന്നേരം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിലേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.